ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായെന്ന് അവൻ ഉറപ്പായി. പുറകിൽ തന്നെ വാതിലടച്ച് കുറ്റിയിട്ട് ലൈറ്റും അണച്ച് മുറിയിലേക്ക് പോകുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഹാളിലാകെ ഒന്ന് പാഞ്ഞു. അമ്മയ്ക്ക് വേണ്ടി. പക്ഷേ സുജാത കിടന്നിരുന്നു. ചിലപ്പോൾ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ച് ഉറങ്ങിക്കാണും എന്നവൻ ഊഹിച്ചു. കൊച്ചേ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ ഗൗരി ബെഡിലിരിപ്പാണ്. കാലും മടക്കി വെച്ച് കവിളും വീർപ്പിച്ച് കൂർത്ത നോട്ടത്തോടെ ഇരിക്കുന്നവളെ കാണാൻ തന്നെ വല്ലാത്ത ചന്തമാണ്. ഹരിയുടെ ചുണ്ട് വിരിഞ്ഞു. അപ്പോഴേക്കും പിണങ്ങി എൻ്റെ കൊച്ച്. നാക്ക് കുഴയാതെ ശ്രദ്ധിച്ചുകൊണ്ട് ഹരി അവളുടെ അരികിലേക്കിരുന്നു. കൂർത്ത നോട്ടമാണ് തിരിച്ചു കിട്ടിയത്. ഹരി ഒന്നുകൂടി അവളിലേക്ക് ചേർന്നിരുന്നു. ഹരിയേട്ടനോട് മിണ്ടാനോ എന്നെ തൊടാനോ വരണ്ട. എനിക്ക് കുടിയന്മാരെ പണ്ടേ കണ്ടുകൂടാ. കവിൾ വിറപ്പിച്ച് അവൾ മുഖം തിരിച്ചതും ഹരി അവളുടെ താടിയിൽ പിടിച്ച് തന്നിലേക്ക് തിരിച്ചു ആ മുഖം. അങ്ങനെ പറയല്ലേ കുഞ്ഞി, കുറച്ച് ഞാൻ കുടിച്ചുള്ളൂ, വെറും 2 ഗ്ലാസ്, അല്ലാതെ കുടിയനൊന്നുമല്ല ഞാൻ. നിഷ്കളങ്കത വാരി വിതറി ഹരി അവളെ നോക്കി. അത് ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര ഗ്ലാസ് കുടിച്ചെന്ന്. അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ പറയേ ഹരിയിൽ അതിശയമാണ്. പെണ്ണിന് ഇങ്ങനെ മിണ്ടാനൊക്കെ അറിയോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ കുടിച്ചു വന്നാൽ മതിയായിരുന്നു. സത്യം എൻ്റെ കൊച്ചേ, ഞാൻ 2 അടിച്ചുള്ളൂ. അതും അജയ് നിർബന്ധിച്ച്. ആ ക്ലബിൽ നീ ഒന്ന് നോക്ക്, 2 ബോധമില്ലാതെ കിടപ്പുണ്ട് അവിടെ. അത് വെച്ച് നോക്കുമ്പോൾ നിൻ്റെ കുട്ടിക്കും പാവല്ലേടി. സന്തോഷം കൊണ്ട് ഇത്രയല്ലേ കുടിച്ചുള്ളൂ. എന്താ അത്രയും സന്തോഷം? ശബ്ദം കുറച്ച് അയഞ്ഞ മട്ടുണ്ട്. ഹരിക്ക് ആശ്വാസം തോന്നി. അവൻ ചിരിയോടെ അവളെ നോക്കെ കവിൾ വീർപ്പിച്ചതിൽ ഒരു മാറ്റവുമില്ല. പണം കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തി, എഗ്രിമെൻ്റ് ഒപ്പിട്ട് കട സ്വന്തമാക്കുകയും ചെയ്തു. ദേ നിന്റെ അടുത്തിപ്പോൾ ഇരിക്കുന്നത് ഒരു മുതലാളിയാണ്. അവളുടെ കവിളിൽ വിരലിഴച്ചു പറയെ വിശ്വാസം വരാതെ ഗൗരി അവനെ വിടർന്ന കണ്ണാലെ നോക്കി. സത്യമായി വല്ല ശരിയാ ഹരിയേട്ടാ? ഷോ കണ്ണ, ഒരുപാട് നന്ദി. ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് നാളായില്ലേ ഈ ഓട്ടമൊക്കെ. ഇപ്പോഴൊന്ന് സമാധാനമായേ. പെണ്ണിൻ്റെ മുഖത്തെ നിറഞ്ഞ ചിരി കാണെ ഹരിയുടെ മുഖത്തും സന്തോഷം നിറഞ്ഞു. കൈ അവളുടെ കവിളിനെ പൊതിഞ്ഞു പിടിച്ചവൻ. രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം. നമ്മുടെ പാർട്ടി പ്രസിഡന്റ് തന്നെയാണ് ഞാട മുറിക്കുന്നത്. രാവിലെ തന്നെ പറഞ്ഞാട്ടോ, നമുക്ക് അമ്പലത്തിലൊക്കെ പോയി ഒരുമിച്ച് പോകാം. ഗൗരി നിറഞ്ഞ ചിരിയോടെ തലയാട്ടിയെ ഒന്ന് അവളിലേക്ക് ചാഞ്ഞ് ആ നെറ്റിയിൽ മുത്തി ഹരി. ഞാൻ കുളിച്ചിട്ട് വരാം. കുടിച്ച പകുതി കെട്ടും വിട്ടു. ഇനി കുളിച്ചാൽ എല്ലാം ശരിയാവും. നീ കഴിച്ചില്ലേ? എണീറ്റ് ഷർട്ട് അഴിച്ചുകൊണ്ട് ഹരി അവളെ നോക്കി. വീണ്ടും പെണ്ണിൻ്റെ മുഖം ചെറുതായി വീർത്തിട്ടുണ്ട്. എന്നാലും തലയാട്ടുകയാണ്. കഴിച്ചെന്ന്. ദേ കുഞ്ഞി, ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ച കോടിച്ചെടുക്കും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട, അല്ലെങ്കിലേ പിടിവിട്ട് നിൽക്കുക. അതിനിടയിൽ അവളുടെ മര്യാദയ്ക്ക് കയറി കിടക്കണേ അങ്ങോട്ട്. സ്വയം നിയന്ത്രിച്ച് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ഹരി പറയെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചുണ്ടുകൂട്ടി ബെഡിലേക്ക് കയറി കിടന്നു ഹരി. ഈ പെണ്ണെന്നെ ചീത്തയാക്കും. അവളെ നോക്കി തലയൊന്ന് കുടഞ്ഞവൻ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. രാവിലെ ഗൗരിയും ഹരിയും ഒരുമിച്ചാണ് അമ്പലത്തിൽ പോയത്. മനസ്സ് നിറഞ്ഞ് ദൈവത്തോട് നന്ദി പറഞ്ഞ് ഹരിയുടെ കൈയും പിടിച്ച് പടികളിറങ്ങുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി താനാണെന്ന് തോന്നിപ്പോയി ഗൗരിക്ക്. ഹരിക്കും മറിച്ചല്ലായിരുന്നു. നിറഞ്ഞ ചിരിയോടെ തന്നിൽ പറ്റി നിൽക്കുന്നവളുടെ സന്തോഷത്തിനു വേണ്ടി എന്തു ചെയ്യാനും അവൻ തയ്യാറായിരുന്നു. അത്രയ്ക്കും പ്രണയമെന്ന ഭ്രാന്ത് അവനിൽ അവൾക്കായി പടർന്നു കയറിയിരുന്നു. ഹരി ആദ്യം പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി സമയമെടുത്തപ്പോൾ കാറുമെടുത്ത് അമ്മയെയും ഹീതുവിനെയും ഗൗരിയെയും കൂട്ടി ടൗണിലേക്ക് വന്നു. നാട്ടുകാരും 4 ആളുടെ കുടുംബവും കുറച്ച് പാർട്ടിക്കാരും അങ്ങനെ നിറയെ ആളുകളാൽ നിറഞ്ഞിരുന്നു. കൃത്യം 10 മണിക്ക് ഞാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ്. ഗൗരിയെ നെഞ്ചിലേക്കൊതുക്കി ആ കാഴ്ച നോക്കി നിൽക്കുമ്പോൾ ഹരിയുടെ ഹൃദയം ആർദ്രമായി. ഒരുപാട് നാളത്തെ സ്വപ്നം കൺമുന്നിൽ യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷം അവനിൽ നിറഞ്ഞു. ആരും കാണാതെ ഗൗരിയുടെ നെറ്റിയുടെ ഓരത്ത് ചുണ്ടു ചേർത്താണ് അവൻ ആ നിമിഷത്തെ മനോഹരമാക്കിയത്. പെണ്ണു പകപ്പോടെ ചുറ്റും നോക്കി. ഒടുവിൽ നാണത്തോടെ അവനെയും നോക്കി ചിരിച്ചുപോയി. കുടിക്കാൻ ഫ്രൂട്ടിയുടെ കുപ്പിയും ലഡുവുമാണ് വിതരണം. മെല്ലെ മെല്ലെ ആളുകൾ പിരിഞ്ഞുപോയി. ഒടുവിൽ അവർ മാത്രമായി ബാക്കിയായി. അവരുടെ ആദ്യ ദിവസമായതിനാൽ 4 ആൾക്കും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അജയുടെ അച്ഛൻ വേണ്ടതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അജയെയാണ് അവർ അക്കൗണ്ടൻ്റായി ഇരുത്തിയത്. അവനാണെങ്കിൽ ഡിഗ്രി ഉണ്ടല്ലോ. ബിബിയും മുസ്തുവും സെയിൽസായി നിയമിച്ചപ്പോൾ ഹരിയെ ലോഡിൻ്റെ കണക്കുകൾ നോക്കാൻ ഏൽപ്പിച്ചു. അജയുടെ അച്ഛൻ തന്നെയാണ് എല്ലാം നിയമിച്ചത്. ആർക്കും അതിൽ എതിരഭിപ്രായമൊന്നുമില്ലായിരുന്നു. അവിടെ ആകെയൊന്ന് ഒതുങ്ങി വരുമ്പോൾ ഉച്ചയോടെ അടുത്തിരുന്നു. അമ്മയുടെ അടുക്കൽ നിൽക്കുന്നവളുടെ കയ്യിൽ കൈകോർത്ത് ഹരി നടന്നു. നോക്കിയതും അവൻ ഒന്ന് കണ്ണു ചെമ്മി ചിരിച്ചു. ഒന്ന് ചുറ്റിക്കണ്ടുവരാം. തന്നിലേക്ക് അമർന്നു വരുന്നവൻ്റെ ചെറുഭാരം.
മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്ന സോപ്പിൻ്റെ മനം മയക്കുന്ന സുഗന്ധം, വെള്ളത്തുള്ളികളുടെ തണുപ്പിനൊപ്പം അവനിലെ ചൂട്, എല്ലാം കൊണ്ടും ആകെ വിവശതയായി പോയിരുന്നു ഗൗരി. കുഞ്ഞി, നേർത്ത സ്വരത്താലെ അവൻ അവളെ തഴുകുന്നതിനൊപ്പം മുഖത്തേക്ക് വീണ് കിടന്ന മുടിയിഴകളെ ഒതുക്കി വെച്ചു. കണ്ണുകൾ മെല്ലെ ഉയർത്തി ഗൗരി അവനെ നോക്കി. ഭ്രാന്തമായ പ്രണയം അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. ആ തിളക്കത്തിൽ ഹൃദയം ഉരുകുന്നത് പോലെ തോന്നുന്നു. ഇങ്ങനെ ഇങ്ങനെ നോക്കല്ലേ ഹരിയേട്ടാ. അങ്ങേയറ്റം പതിഞ്ഞ അവളുടെ ശബ്ദം. അത്രയ്ക്കും അവൾ തളർന്നിരുന്നു. അവൻ്റെ ഒരു നോട്ടത്തിൽ പോലും ഹൃദയം കുതിച്ചുയരുന്നു. പിന്നെ ഞാൻ ആരെ നോക്കണം? ഒന്നുകൂടി അവളിലേക്ക് ചേർന്നതും ഗൗരി ചുമരിലേക്ക് അമർന്നുപോയി. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നിയന്ത്രിക്കാനാവുന്നില്ല ഗൗരി. നെഞ്ചിലെങ്ങനെ നീ എന്ന ഭ്രാന്ത് പടർന്നു കയറുന്നു. എങ്ങനെയാണ് ഞാനത് പ്രകടിപ്പിക്കുന്നത്? മെല്ലെ അവളുടെ മുഖം കൈക്കൊമ്പിളെടുത്ത് ഹരി മന്ത്രിച്ചതും കഴുത്തിലേക്ക് ഇഴിഞ്ഞു പോയി അവൻ്റെ ചുണ്ടിനെ താങ്ങാൻ കഴിയാതെ ഗൗരി പുളഞ്ഞു. അടിവയറ്റിലെ വിറയൽ അവളിലാകെ പടർന്നു കയറി. മതി ഹരിയേട്ടാ, പ്ലീസ്. എന്തു മതിയെന്ന്? കഴുത്തിൽ അമർത്തിമുത്തിയവൻ മന്ത്രിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി. അത് പ്രതീക്ഷിച്ചതുപോലെ അവളിൽ നിന്നും അടർന്നു നിന്ന് അവൻ കള്ളച്ചിരി ചിരിച്ചു. പെണ്ണ് കിതച്ച് നിൽപ്പാണ്. ആകെ ചുവന്നു പോയിട്ടുണ്ട്. ഇത് കാണുമ്പോഴോ അവൻ തലയൊന്ന് കുടഞ്ഞു. ഗൗരി, ഇനി ഹരിയേട്ടൻ ഇവിടെ നിന്ന് ശരിയാവില്ല. അതുകൊണ്ട് പോകാൻ ഇന്നേക്കെല്ലാം മതി. വീണ്ടും അവളിലേക്ക് ആഞ്ഞവൻ്റെ നെഞ്ചിൽ പിടിച്ചു പുറകിലേക്ക് നീക്കിക്കൊണ്ട് ഗൗരി അവനെ കൂർപ്പിച്ചു നോക്കി. പ്ലീസ് ടീ, ഒരു ഉമ്മ, അവൻ കെഞ്ചുന്നു. ഗൗരിക്ക് ചിരി പൊട്ടി. വീട്ടിൽ വന്ന് വിറപ്പിച്ച ഗുണ്ട തന്നെയാണോ ഈ നിന്ന് കെഞ്ചുന്നത്? എന്തടിച്ചിരിക്കുന്നത്? ഹരിയുടെ ചുണ്ടു കോർത്തു. അവളെ കൈയെത്തിച്ചു പിടിക്കാൻ നോക്കുമ്പോഴേക്കും പെണ്ണ് പിടഞ്ഞു മാറിയിരുന്നു. സമയം 9 ആവാറായി ഹരിയേട്ടാ, വേഗം ഒരുങ്ങി വരാൻ നോക്ക്. ആദ്യ ദിവസം തന്നെ വൈകി പോകണ്ട പറയുന്നതിനൊപ്പം അവൾ വാതിൽ തുറന്ന് പാഞ്ഞിരുന്നു. ഹരി കണ്ണാടിക്ക് മുന്നിൽ നിന്നു. വല്ലാത്ത ചിരിയായിരുന്നു അവൻ്റെ മുഖത്ത്. നനവുള്ള മുടി ചീകി ഒതുക്കി വെച്ച് പെണ്ണ് തേച്ചു വെച്ച മെറൂൺ കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമെടുത്ത് കുറച്ച് പൗഡറും എടുത്തിട്ട് കണ്ണാടിയിൽ നോക്കിയവൻ. കണ്ണൊന്ന് കൂർപ്പിച്ച് മീശ വിരിച്ച് ഒരു മൂളിപ്പാട്ടോടെ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഗൗരി ഭക്ഷണം എടുത്ത് വെക്കുകയാണ്. കൊച്ചേ, കൈ കഴുകാൻ പോകുമ്പോൾ അടുത്തുകൂടി പ്ലേറ്റും കൊണ്ട് കടന്നുപോയ പെണ്ണിൻ്റെ മുടിയിൽ വലിച്ച് ഹരിവിളിക്ക് ഗൗരി മുഖം തിരിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. അതിന് ചുണ്ടുകൂട്ടി ഉമ്മ കൊടുത്തു ഹരി. തെമ്മാടി. മുഖം വെട്ടിച്ച് വേഗം തന്നെ അടുക്കളയിലേക്ക് പാഞ്ഞു ഗൗരി, നാണത്താൽ പൊതിഞ്ഞ ചിരിയോടെ. ഓരത്തായി ബൈക്ക് ഒതുക്കി വെച്ച് ഷർട്ട് നേരെയാക്കി അകത്തേക്ക് നടക്കുമ്പോൾ ബിസിയായി ഫോൺ കോളിലാണ് അജയ്. നമസ്തേ. ഹരി കൈപൊക്കി കാണിച്ചതും അജയ് ചിരിയോടെ തലയാട്ടി സംസാരം തുടർന്നു. കൂടെ ബുക്കിലെന്തോ എഴുതുന്നുമുണ്ട്. ആ, നീ വന്നോ? എടാ, ആ പാമ്പേഴ്സും പിന്നെ ഹോർലിക്സ് പൊടി, നട്ട്സ്, അങ്ങനെയുള്ള ചില ഐറ്റംസിൻ്റെ സ്റ്റോക്ക് തയ്യാറായിട്ടുണ്ട്. നീ അതിൻ്റെയൊക്കെ കണക്കെടുത്ത് വിളിച്ചു പറഞ്ഞേക്ക്. രാത്രി തന്നെ ലോഡ് ഇറക്കാനും പറയണം. ഓക്കെ. എല്ലാം ഒതുക്കി വെക്കുന്നതിനിടയിൽ ബിബി പറയേ ഹരി ചിരിയോടെ തലയാട്ടി. അവൻ്റെ മുഖത്തെ നിറഞ്ഞ ചിരി കാണെ സംശയത്തോടെ ബിബി നോക്കിയത് മുസ്തുവിനെയാണ്. അവനിലും സംശയം. എന്താണ് രാവിലെ തന്നെ പതിവില്ലാത്ത ചിരിയും തിളക്കമൊക്കെ? വല്ല ലോട്ടറി അടിച്ചോ മോനെ? മുസ്തു ഒരു താളത്തിൽ ഹരിയെ നോക്കി ചോദിച്ചു. ഒന്നല്ല, 2 ലോട്ടറി അടിച്ചത്. എന്തേ? ചെക്കൻ കണ്ണിറക്കി ചിരിക്കുന്നുണ്ട്. മനസ്സിലായെന്ന പോലെ മുസ്തു തലയാട്ടി. ബിബിയും കാര്യം പിടികിട്ടിയ പോലെ ചിരിയടക്കി പണി തുടർന്നു. ഹരി അതേ ചിരിയോടെ അജയുടെ കയ്യിൽ നിന്ന് ബുക്കും വാങ്ങി തൻ്റെ പണി തുടർന്നു. ഒരു സമയം കഴിഞ്ഞതും കടയിൽ നല്ല തിരക്കായിരുന്നു. ഒന്ന് തിരിയാൻ പോലും 4 ആൾക്കും സമയം കിട്ടിയില്ല എന്ന് വേണം പറയാൻ. അജയെ കൊണ്ട് ഒറ്റയ്ക്ക് ബില്ലിങ് പറ്റില്ല എന്ന് വന്നതും ഇപ്പുറത്തെ കൗണ്ടറിൽ ഹരിയിരുന്നു. ആ നിമിഷം തന്നെ ഇത് കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണെന്ന് അവർക്ക് മനസ്സിലായി. രാത്രി 11 മണിക്കാണ് എന്നും കടയടയ്ക്കാറ്. അതുവരെ നല്ല തിരക്കും ഉണ്ടാവാറുണ്ട്. ഇന്നും അതുപോലെ തന്നെയായിരുന്നു. എല്ലാം ഒതുക്കി ഒന്ന് നടുനിവർത്തുമ്പോൾ സമയം 11:30 മണി. എടാ, ഞാൻ ഇറങ്ങുമോ? അവൾ കാത്തിരിപ്പുണ്ടാവും. വീട്ടിലേക്കെടുത്ത സാധനത്തിൻ്റെ കവറെടുത്ത് ഹരി ധൃതിയിൽ ഇറങ്ങി. ഇനി എപ്പോഴും ഈ സമയമാകും എന്നോർക്കെ ഹരിക്ക് ചെറിയ മടുപ്പ് തോന്നി. വേറെ ഒന്നിനുമല്ല, പെണ്ണിനെ ഒന്ന് കാണാൻ കിട്ടില്ലല്ലോ. വേഗം തന്നെ ഒരു തീരുമാനം എടുക്കണം. 4 ആൾക്കും 2 ഷിഫ്റ്റായി കൊടുത്ത് പകരം മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്നവർ തന്നെ എല്ലാം നോക്കട്ടെ എന്ന് അജയ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് നല്ലതെന്ന് ഹരിക്കും തോന്നി. ഓരോന്നാലോചിച്ച് വീട്ടിലേക്ക് എത്തിയത് അറിഞ്ഞില്ലവൻ. ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഡോറ് തുറന്ന് പെണ്ണ് മുന്നിൽ നിൽപ്പുണ്ട്. ഇന്നലത്തെ പോലെ സൂക്ഷിച്ചു നോക്കിയാണ് നിൽപ്പ്. ഇന്ന് കുടിച്ചിട്ടില്ല കുഞ്ഞേ.
ഒറ്റ വലിക്ക് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് മുഖത്തെ കൂതി അവൻ പറയെ ഗൗരി പതർച്ചയ്ക്കിടയിലും ഒന്ന് ചിരിച്ചു. അമ്മ കടന്നോ? അവളുടെ കവിളിലൊന്ന് മുത്തി അവൻ മാറി കവർ അവൾക്ക് നീട്ടി. ചോറ് വിളമ്പ്, നല്ല വിശപ്പ്. തോളിലൂടെ അവളെ ചേർത്ത് പിടിച്ച് അവൻ അകത്തേക്ക് കയറി. കവറിൽ എന്താണെന്ന് നോക്കിക്കൊണ്ട് ഗൗരിയും അവൻ്റെ കൂടെ കയറി. ഇടയ്ക്ക് കണ്ണുകൾ വെട്ടുമ്പോൾ കണ്ടിരുന്നു മുന്നിൽ നിൽക്കുന്നവളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയവനെ. ഹരിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഒരു നിമിഷം കണ്ണുകൾ രണ്ടാളിലേക്കും മാറി മാറി പതിഞ്ഞു. കഴുത്തിൽ മിന്നും കെട്ടി ഒരു ഇളം ചിരിയോടെ നിൽക്കുന്ന ഒരു പെണ്ണ്. നന്നേ വെളുത്ത മുഖവും വിടർന്ന കണ്ണുകളും. ഒരു നിമിഷം ആരും നോക്കി നിൽക്കുന്ന ഭംഗിയുണ്ട് അവൾക്ക്. 2400. ഹരി ബില്ല് കൊടുത്തതും കാശും കൊടുത്ത് അവൾ ബിബി കവറിലാക്കിയ സാധനങ്ങൾ വാങ്ങി പുറത്തേക്കിറങ്ങി. അവൻ്റെ കണ്ണുകളും അവളെ പിന്തുടർന്നു പോയിരുന്നു. ഹരി അവൻ്റെ തോളിൽ പിടിച്ചു. ആരാടാ? ഹരി ചോദിക്കെ ബിബി വേഗം കണ്ണു വെട്ടിച്ച് അവനെ നോക്കി. അവനിൽ ചെറിയ പരിഭ്രമം നിറഞ്ഞു. ഹരിയുടെ കൈ അവൻ്റെ തോളിൽ ഒന്നമർന്നു. ഞങ്ങളോട് പറയാൻ പറ്റാത്ത വലുതുമാണോ? ഏയ്, അങ്ങനെ പറയാൻ തക്ക ബന്ധമൊന്നുമില്ലടാ. ഒരു പെണ്ണ്, എപ്പോഴോ നെഞ്ചിൽ കയറിയ ഒരു പെണ്ണ്. ഇത്ര വർഷം കൂടെ നടന്നിട്ട് അവൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർക്കെ അവന് സ്വയം പുച്ഛം തോന്നിപ്പോയി. 1.5 വർഷം മുൻപ് ഒരു ഹോട്ടലിലാണ് ഞാൻ അവളെ കണ്ടത്. എന്തോ ഒരു പ്രത്യേകതയുണ്ടടാ അവൾക്ക്. ഇന്നോളം അവളെപ്പോലൊരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിൽ കയറി കൂടിയതാ. വെറും അട്രാക്ഷൻ മാത്രമാകൂ എന്ന് കരുതിയ നിങ്ങളോട് പറയാതെ. പക്ഷേ 2 ദിവസത്തിൽ തന്നെ ഇത് കൈവിട്ടു പോയത് മനസ്സിലായി. പക്ഷേ ബിബി തല കുനിച്ചു കളഞ്ഞു. അമ്മച്ചിയുടെ കൂടെ അപ്പൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു നിശ്ചയത്തിന് പോയതാ, ചെക്കൻ്റെ സൈഡിൽ നിന്ന്. പെണ്ണ് ഇവളായിരുന്നു. 6 മാസം മുമ്പായിരുന്നു കല്യാണം. അതിനും ഞാൻ പോയി. അവൻ്റെ ശബ്ദം വല്ലാതെ നേർത്തു. നെഞ്ചിലൊരു നോവ് പടർന്നു കയറി അവനെ തളർത്തി. ഹരി ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നുപോയി. ബിബി പോട്ടടാ, എല്ലാം കഴിഞ്ഞതാ. ഞാനിപ്പോൾ ഓക്കെയാ. നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് പറയാം. അത് വിട്, നീ ഇത് മുഴുവനും ആക്ക്, ഞാനിപ്പോൾ വരാം. ഹരിയുടെ മുഖം നോക്കാതെ ബിബി വേഗം നടന്നതും ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാതെ അവൻ അവിടെ നിന്നും പോയി. അവൻ്റെ ചങ്കിലെ വേദന അത് ഹരിയേക്കാൾ നന്നായി ആരറിയാനാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബിബി തിരിച്ച് കൗണ്ടറിലേക്ക് വന്നിരുന്നു. മുഖമൊക്കെ കഴുകി ചിരിയോടെ കുട്ടപ്പനായാണ് അവൻ ഹരിയുടെ അടുക്കലിരുന്നത്. കുറച്ച് തിരക്ക് കൂടിയതുകൊണ്ട് തന്നെ വീണ്ടും അതിനെക്കുറിച്ച് ഹരി സംസാരിച്ചില്ല. അവന് ബിബിയെ വേദനിപ്പിക്കണമെന്നില്ലായിരുന്നു. കഴിവതും ആ ടോപ്പിക്ക് വരാതെ വേറെ പലതും മിണ്ടി അവർ ഇരുന്നു. 4:30 മണിയാകുമ്പോഴേക്കും അജയും മുസ്തവും വന്നിരുന്നു. ഇനി അവരാണ് കൗണ്ടറിലിരിക്കുന്നത്. ഹരിക്കും ബിബിക്കും വീട്ടിലേക്ക് പോകാം. രാത്രി വരെ ബാക്കി 2 പേരും നോക്കും. സെയിൽസിനും മറ്റു കാര്യങ്ങൾക്കുമായി വേറെ ജോലിക്കാരെ അവർ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2 ആൾ വീതം ടൈം മാനേജ് ചെയ്താണ് കൗണ്ടറിലിരിക്കുന്നത്. ഹരിയേട്ടാ, എന്തോ? ഒരു കൈയാൽ ചായ ഗ്ലാസ് പിടിച്ചുകൊണ്ട് മറ്റേ കൈ അവളുടെ തോളിലൂടെ ഇട്ട് പെണ്ണെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ഹരി. അവനിലേക്ക് ഒതുങ്ങിയിരുന്ന് ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അമ്മ വിളിച്ചിരുന്നു. അവളുടെ കണ്ണിൽ തിളക്കമാണ്. എന്നിട്ട് എന്തു പറഞ്ഞു? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞോ? അതോ ഇവിടെ തന്നെ കൂടിക്കൊള്ളാൻ പറഞ്ഞോ? പറയെ ഒളികിണിട്ട് ഹരി അവളെ നോക്കി. പെണ്ണ് കണ്ണു കുറിപ്പിച്ച് നോക്കുവാണ്. അല്ല, നമ്മുടെ പണമൊന്നുമില്ലല്ലോ, തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്നതല്ലേ. നിന്റെ അമ്മയ്ക്ക് നീ ഇവിടെ നിൽക്കുന്നത്ര പിടിച്ചെന്ന് വരില്ല. ഗൗരവത്തോടെയാണ് ഹരി അത് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിലുള്ളവരോട് ഇപ്പോഴും ക്ഷമിക്കാൻ അവനായിട്ടില്ല. ഇനി കഴിയുമോ എന്നും അറിയില്ല. അവരൊക്കെ കാരണമല്ലേ തൻ്റെ പെണ്ണ്. ഓർക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി. കൈകളിൽ അവൾ മുറുകി. അങ്ങനെയൊന്നും പറഞ്ഞില്ല അമ്മ, അങ്ങനെയൊന്നും പറയില്ല. എൻ്റെ വിശേഷമൊക്കെ ചോദിച്ചു. ഹരിയേട്ടനെ അന്വേഷിച്ചു. സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേ. അവസാനം വെക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായിരുന്നു. അതുകണ്ട് എനിക്ക് സന്തോഷമായി. അവളിൽ നേർത്ത ചിരി. ഹരി അവളുടെ നെറ്റിയിൽ ഒന്ന് മുത്തി. നിനക്ക് സന്തോഷമായില്ലേ? അത് മതി എനിക്ക്. വീണ്ടും മുത്തമിട്ടവൻ പറയെ ഗൗരി കണ്ണു ചിമ്മി ചിരിച്ചു. എപ്പോഴാണ് ഹരിയേട്ടാ നമ്മൾ പോകുന്നത്? മെല്ലെ അവൻ്റെ താടിയിലൂടെ കൈ കടത്തി ഗൗരി ചോദിക്കെ ഹരി അവളെ കണ്ണു കൂർപ്പിച്ചു നോക്കി. അവിടുന്ന് കിട്ടിയതൊന്നും പോരെ മോളെ, വീണ്ടും പോണോ നിനക്ക്? പോണം. എനിക്കെൻ്റെ ഹരിയേട്ടൻ്റെ കൈയും പിടിച്ച് ആ പടി കയറണം. തല്ലി മൂലക്കിട്ട് കൊല്ലാൻ നോക്കിയവരുടെ മുന്നിൽ ഇങ്ങനെ ഹരിയേട്ടനെ ചേർത്ത് പിടിച്ചു നിൽക്കണം. എൻ്റെ ചിരിച്ച മുഖവും സന്തോഷം നിറഞ്ഞ ജീവിതവും അവർ കാണണം. അവളുടെ ശബ്ദം ആർദ്രമായി. അതുകൊണ്ട് മാത്രം ആ പടി ഒരിക്കൽ കൂടി എനിക്ക് കയറണം ഹരിയേട്ട. പറയുമ്പോൾ വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു അവളുടെ ശബ്ദത്തിൽ. ഹരി അവളെ വീണ്ടും നെഞ്ചിലേക്ക് അമർത്തി. ഞാനേ ഇങ്ങനെ ഞെക്കി പൊട്ടിക്കും എൻ്റെ പാവക്കുട്ടിയെ.
അത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് എനിക്ക് നിന്നോട്. അവൻ്റെ ശബ്ദം ആർദ്രമായി. തലയുയർത്തി അവൻ്റെ താടിത്തുമ്പിൽ മുത്തിയതും ഹരിയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. നമുക്ക് പോവാട്ടോ. എൻ്റെ കൊച്ചിൻ്റെ കൈയും പിടിച്ച് വീണ്ടും ആ പടി കയറാം. ഇപ്പോൾ അത് എൻ്റെയും വാശിയ. വീണ്ടും അവൻ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറയെ ഗൗരിയുടെ ചുണ്ട് കൂർത്തു. ഇത് എത്രാമത്തെ തവണ ഹരിയേട്ടാ? എത്ര തന്നിട്ടും മതിയാവുന്നില്ലടി. നെഞ്ചിലിങ്ങനെ തുടികൊട്ടി നിൽക്കുക സ്നേഹം മുഴുവനും. എങ്ങനെ അത് നിന്നിലേക്ക് എത്തിക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇടുപ്പിൽ മെല്ലെ വിരലുകൊണ്ട് അമർത്തി അവൻ പറയെ ഗൗരിയുടെ മുഖം ചുവന്നു കയറി. നാണത്താൽ പൊതിഞ്ഞ ചിരിയോടൊപ്പം അവളുടെ കണ്ണുകൾ പിടച്ചു. ഹരിക്ക് ചിരി വന്നു പോയി. ഈ പെണ്ണ്. വീണ്ടും അവളുടെ നെറ്റിയുടെ ഓരത്ത് മുത്തുമ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞത് അവളോടുള്ള വാത്സല്യമായിരുന്നു. ചായ കുടി കഴിഞ്ഞ് ഗ്ലാസ്സൊക്കെ കഴുകി വെക്കുമ്പോഴേക്കും സുജാത വന്നിരുന്നു. ആൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതായിരുന്നു.